മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുന്നു. മദ്യപിച്ച് ജോലിക്കെത്തിയ KSRTC ജീവനക്കാർക്കെതിരെ നടപടി. 100ഓളം KSRTC ജീവനക്കാർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, 100ഓളം KSRTC ജീവനക്കാർ എന്ന് പറയുന്നത് അത് ഇത്തരമൊരു കൂട്ട നടപടി, അത് ഒരുപക്ഷെ ഈ മേഖലയിൽ വിരളമായിരിക്കും ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കർശനമായിട്ടുള്ള രീതിയിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കൊക്കെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഭദ്ര, 100ഓളം ജീവനക്കാരല്ല, 100 ജീവനക്കാർക്കാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. മദ്യപിച്ച് ജോലിക്കെത്തിയ 100 KSRTC ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. താൽക്കാലിക ജീവനക്കാരായി 26 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ സംഘമാണ് 60 കേന്ദ്രങ്ങളിലായി മൊത്തം നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ ഈ നടപടി സ്വീകരിച്ചത്. ചിലർ മദ്യം ഓഫീസിൽ സൂക്ഷിച്ചിരുന്നതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിച്ചു. അത്തരത്തിലാണ് ഇപ്പോൾ 100 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ളവരാണ്. 39 സ്ഥിരം ഡ്രൈവർമാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 10 ബദൽ ഡ്രൈവർമാരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ജീവനക്കാരെയാണ് ഈ ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത്. ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചാണ് ഇവരെ കണ്ടെത്തിയത്. വനിതകൾ ഒഴികെയുള്ളവരെ ഇതുപോലെ പരിശോധിച്ചതിന് ശേഷമാണ് ജോലിക്ക് പ്രവേശിപ്പിക്കാവൂ എന്ന് നിലവിൽ ഉത്തരവുണ്ട്. ഈ ഉത്തരവിൽ ചുവടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. ഏപ്രിൽ 1 മുതൽ 15 വരെ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ജീവനക്കാർ കുടുങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇനിയും പരിശോധന തുടരുമെന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ ഒരു നടപടി തന്നെയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അത് സാധാരണക്കാരെ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 26 പേരെ താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടും ഉണ്ട്. ഏതായാലും ഒരു കർശനമായ നടപടി തന്നെയാണ് KSRTCയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഭദ്ര. വിഷ്ണു, തീർച്ചയായും നമുക്കറിയാം ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് വാഹനം ഓടിക്കുന്നു, അപകടകരമായ രീതിയിൽ KSRTC വാഹനങ്ങൾ ഓടിക്കുന്നു തുടങ്ങി നിരവധി പരാതികൾ ഈ കഴിഞ്ഞ കാലത്ത് KSRTCയുമായി ബന്ധപ്പെട്ട യാത്രക്കാർ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ, അതായത് പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം 2 ആഴ്ചത്തെ ഒരു കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു കണക്കനുസരിച്ചിട്ടുള്ള നടപടി മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മുൻകാലങ്ങൾ ഇനി പരിശോധിക്കുന്നുണ്ടോ? അതായത് കൂടുതൽ ആളുകളിലേക്ക് നടപടി വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ 100 പേർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഭദ്ര, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ പരിശോധന എന്ന് പറയുന്നത് മദ്യപിച്ചെത്തുന്നവർ അല്ലെങ്കിൽ മദ്യം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടത്തിയിരുന്നത്. ഇത് മുൻകാലത്ത് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പരിശോധന നടത്താൻ ഇനി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഈ ഏപ്രിൽ 1 മുതൽ 15 വരെ പരിശോധന നടത്തി. വളരെ വേഗത്തിലുള്ള മിന്നൽ പരിശോധനയായിരുന്നു. ആ പരിശോധനയിലാണ് തെളിവ് സഹിതമാണ് ഈ 100 പേരെയും കണ്ടെത്തിയത്. അവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറച്ചുപേരുടെ ജോലി നഷ്ടമായത്, അതോടൊപ്പം തന്നെ സസ്പെൻഷൻ ലഭിച്ചത്. ഇത്തരത്തിലുള്ള പരാതി പലതവണ ലഭിച്ചിരുന്നു. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ പരിശോധന നടത്താമെന്നുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ ചുവടുപിടിച്ച് തന്നെയാണ് പരിശോധന നടത്തിയത്. ഇനിയും വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് തന്നെയാണ് KSRTC മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഇതിലുണ്ടാകും. അതോടൊപ്പം ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായാലും ജീവനക്കാർക്കെതിരെ ഏത് തരത്തിലുള്ള പരാതികൾ ലഭിച്ചാലും തെളിവ് സഹിതം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ KSRTC ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഭദ്ര. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രി KB ഗണേഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 100 KSRTC ജീവനക്കാർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് 26ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു. മറ്റ് 74 ജീവനക്കാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ 2 ആഴ്ചക്കിടെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മദ്യം ഉപയോഗിച്ച് വാഹനം ഓടിച്ച അല്ലെങ്കിൽ വാഹനത്തിൽ കയറിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.